ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ റൈസിന്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് എല്ലാം ഞാൻ നെയ്യിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ മക്കളൊക്കെ കഴിക്കുന്നതല്ലേ, അതാണ് കേട്ടോ ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇത്രയും കൂടെ ഇട്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാമേ. ഉഴുന്നുപരിപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 പച്ചമുളക് വേണമെങ്കിലും ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്താൽ മതിയേ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിനോടൊപ്പം ഒരു 3 വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇന്ന് ഞാനിവിടെ സവാള ആഡ് ചെയ്യുന്നില്ല, നമ്മുടെ ഉരുളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കിട്ട് നമ്മുടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുകൂടാതെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളും നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ ചെറുതായിട്ട് പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അരി വേവിച്ചിരിക്കുന്നത് ഉപ്പിലാണെങ്കിൽ അത് കണക്കാക്കി വേണം കേട്ടോ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഉപ്പ് നമ്മുടെ അരി വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാവാനായിട്ടുള്ള ഒരു സമയം. അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കാണിച്ചു തരട്ടെ. അപ്പോൾ അതാ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് ആണ്. ബസുമതി റൈസ് നമ്മുടെ വെള്ളം വെച്ച് അത് വെള്ളം ഒന്ന് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് വേവിച്ചെടുത്ത് വെച്ച് നമ്മുടെ അരിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 എന്തെങ്കിലും തവിയോ എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ എടുത്തിട്ട് കൊടുക്കില്ല. ആ ഒരു ടൈപ്പിൽ നമ്മൾ ചോറൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊന്നും നമ്മുടെ അരിയൊന്നും പെട്ടെന്നൊന്നും പൊട്ടി പോവാതെ ഉടഞ്ഞു പോവാതെ ഒക്കെ ഇരിക്കും കേട്ടോ. നല്ല കറക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറോ ഒരു പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനായാലും അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്, അപ്പൊ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.